Hi, welcome back to Crafted Malayalam. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളെ ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളുടെ ഉപയോഗത്തെ പറ്റി പലർക്കും തെറ്റായ ധാരണകളുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുത്ത് തെറ്റേതാ ശരിയേതാന്ന് വേർതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പുറകിലുള്ള കുറച്ച് ഹിഡൻ ഫാക്ട്സ് വ്യക്തമാക്കാനുമാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അറിയാത്തതും കാണും. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഫാക്ട് നമ്പർ 1. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോൺ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് ക്യാമറയുടെയും ഫ്ലാഷിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ഹോൾ കാണുന്നുണ്ടോ എന്ന് നോക്കിയേ. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ പറയാം, അതൊരു മിനി മൈക്രോഫോണാണ്. നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാക്സിമം റിമൂവ് ചെയ്തിട്ട് മെയിൻ വോയിസ് മാത്രം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണ് അത്. ഫാക്ട് നമ്പർ 2. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഇറേസറിലൊക്കെ 2 പാർട്ട് ഉള്ളത്. ഒരെണ്ണം ചിലപ്പോൾ റെഡ് ആയിരിക്കാം, വൈറ്റ് ആയിരിക്കാം, മറ്റേത് ബ്ലൂ ആയിരിക്കാം. നമ്മൾ വിചാരിക്കുന്നത് റെഡും കൊണ്ട് ഒക്കെ മായ്ച്ചു കഴിഞ്ഞാൽ പെൻസിലും കൊണ്ട് എഴുതിയതും ബ്ലൂവും കൊണ്ട് മായ്ച്ചു കഴിഞ്ഞാൽ പേന കൊണ്ട് എഴുതിയതും മായുമെന്നാണ്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. ബ്ലൂ കൊണ്ട് മായ്ച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മായുന്നത് ചാർട്ട് പേപ്പറിൽ പെൻസിലും കൊണ്ട് എഴുതുന്നതാണ്. പക്ഷെ 2 അറ്റവും കുറച്ച് കട്ടി വ്യത്യാസമുള്ള അറ്റങ്ങളാണ്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബ്ലൂവിന് കുറച്ച് കട്ടി കൂടുതലും റെഡിന് കട്ടി കുറവുമാണ്. അതിപ്പോൾ മനസ്സിലായല്ലോ. ബ്ലൂ ചാർട്ട് പേപ്പറിനകത്ത് പെൻസിലും കൊണ്ട് എഴുതിയാലും റെഡ് സാധാ പേപ്പറിനകത്ത് പെൻസിലും കൊണ്ട് എഴുതിയാലും മായ്ക്കാൻ പറ്റുന്നതാണ്. ഫാക്ട് നമ്പർ 3. നമ്മൾ യൂസ് ചെയ്യുന്ന പേനയുടെ ക്യാപ്പിന്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു ഹോള് കാണാറുണ്ട്. അതെന്തിനാണ് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ എയർ സർക്കുലേഷന് വേണ്ടിയാണ് ഈ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ക് കട്ടിപ്പിടിക്കത്തുമില്ല. മാത്രമല്ല ഈ വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഈ ക്യാപ്പ് വായി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ക്യാപ്പ് തൊണ്ടയിൽ പോയാൽ തന്നെ ഈ ഹോൾ ഉണ്ടായതുകൊണ്ട് എയർ ഒരിടത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് പോകും, അതായത് സർക്കുലേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഒരു സൈഡ് മാത്രം ഹോൾ ഉള്ളതാണെങ്കിൽ ഒരിടത്ത് തന്നെ എയർ സ്റ്റക്കായിട്ട് നിന്ന് ശ്വാസം മുട്ടും. അതുപോലെ തന്നെ ശ്വാസം മുട്ട് കൂടി നമ്മൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും, ഈ ലോലിപോപ്പിൻ്റെ ഒക്കെ സ്റ്റിക്കിനകത്തും 2 സൈഡ് ഹോൾ ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഇൻ കേസ് ഇറങ്ങിപ്പോയാലും എയർ സ്റ്റക്കായി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്പർ 4. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഓയിൽമെൻറ്റ് വാങ്ങിയാലും അതുപോലെ തന്നെ കടയിൽ നിന്ന് ഫെവിക്വിക്ക് ഒക്കെ വാങ്ങിയാലും അതിൻ്റെ വായ് ഭാഗത്തൊരു സിൽവർ കോട്ടിംഗ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എയർ അകത്തോട്ട് പോകാതിരിക്കാനാണ്. അത് നമ്മൾ കുത്തി പൊട്ടിക്കുന്നത് എവിടെയെങ്കിലും സാധനങ്ങൾ തപ്പിപ്പിടിച്ച് ഷാർപ്പായുള്ള സാധനങ്ങൾ വെച്ച് പിന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചാണ് കുത്തി പൊട്ടിക്കാറ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഓയിൽമെൻറ്റിൻ്റെ ഒക്കെ തന്നെ ക്യാപ്പിൻ്റെ തിരിച്ച് പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു പോയിൻ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഉണ്ട്. അതും വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി, ആ സിൽവർ കോട്ടിങ് ഇളകിപ്പോരും. ഫാക്ട് നമ്പർ 5. നമ്മൾ വീട്ടിൽ വരുന്ന പത്രം, മാഗസിൻ, നോട്ടീസ് അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രിന്റിംഗ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ താഴ്ഭാഗത്ത് ഓരോരോ കളേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വട്ടമായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ വരവരായിട്ടായിരിക്കാം. അതെന്തിനാണ്? യഥാർത്ഥത്തിൽ അത്രയും കളറ് ആ പേജ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു കളർ കോഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫാക്ട് നമ്പർ 6. നമ്മൾ ഈ പേസ്റ്റ് ഓയിൽമെന്റിന്റെ ഒക്കെ താഴ്ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെയും ഇതുപോലെ തന്നെ ഒരു വര പോലെ കളർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് ഓയിൽമെന്റും ഒക്കെ ഉണ്ടാക്കുന്നത് മെഷീൻസ് അല്ലേ. അപ്പോൾ മെഷീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഓരോരോ കളർ കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ മെഷീൻസിന് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഈ ഒരു സൈഡാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു സൈഡ് ഡിറ്റക്ട് ചെയ്ത് ഫോൾഡ് ചെയ്യുന്നത്. പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കറുപ്പ് കളർ കോഡ് വരുന്നത് ഭയങ്കര കെമിക്കൽ കൂടിയ പേസ്റ്റും അതുപോലെ തന്നെ പച്ച കളർ കോഡൊക്കെ വരുന്നത് വെരി പ്യുവർ ആയിട്ടുള്ള പേസ്റ്റും ആണെന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അതൊന്നും അല്ല കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ കളർ കോഡ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ അഥവാ കാറിൻ്റെ അകത്ത് അങ്ങനെ ലോക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇറങ്ങാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പം നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത് കാറിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ട് പുറത്തിറങ്ങാനായിരിക്കും. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും കാറിൻ്റെ ചില്ല് പൊട്ടില്ല. അതിന് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് തന്നെ വേണം. കാറിൻ്റെ അകത്ത് ചിലപ്പോൾ അങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് കാണും. അതാണ് കാറിൻ്റെ ഹെഡ് റെസ്റ്റ്. കാർ സീറ്റിൽ നമ്മൾ നെക്ക് മുതൽ ഹെഡ് വരെ വെക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു 2 കമ്പിയാണ്. രണ്ടും നല്ല ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പി വെച്ച് കാർ ഗ്ലാസിൻ്റെ അടിയിലൊന്ന് നല്ല ആഞ്ഞ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് പൊട്ടി വീഴും. ഫാക്ട് നമ്പർ 8. നമ്മൾ മിക്കവാറുള്ള എല്ലാ പ്ലാസ്റ്റിക് കസേരകളിലും ഈ സീറ്റിൻ്റെ ഭാഗത്ത് ഒരു ഹോളോ അല്ലെങ്കിൽ ഒരു സ്ലിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കാണും. അതെന്തിനാണ്? മെയിൻലി അത് എയർ സർക്കുലേഷൻ പോകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ
ഈ പ്ലാസ്റ്റിക് കസേരയെല്ലാം അടുക്കി വെക്കുമ്പോൾ ഈ എയർ കയറി കംപ്രസ് ആവും. അതായത് എയർ കയറി ടൈറ്റായിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഹോളോ സ്ലിറ്റോ ഉണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കസേരയ്ക്ക് മാക്സിമം ഒരുപാട് വെയിറ്റ് താങ്ങാൻ കഴിയും. കാരണം ഇരിക്കുന്നതിൻ്റെ പ്രഷർ ആ ഹോളിൽ കൂടെ എലിമിനേറ്റ് ആവും. പക്ഷെ അഥവാ ആ ഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ആ ഒരു പ്രഷറിൽ തന്നെ ഈ ചെയർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 9, നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും, കാറിൻ്റെയും വിമാനത്തിൻ്റെയും സീറ്റ് ബെൽറ്റ് ഒരുപോലെയല്ല. കാറിൻ്റെ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ്? ഇത് ഇതുപോലെ ക്രോസിലാണ്. പക്ഷെ വിമാനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് നമ്മളുടെ വയറിന് ചുറ്റുമാണ്. അതെന്താ അങ്ങനെ? കാരണം നമ്മൾ കാറിൽ എന്തെങ്കിലും അഥവാ ആക്സിഡൻറ്റ് അങ്ങനെ ഉണ്ടായാൽ നമ്മൾ മുൻപിലോട്ടാണ് പോകുന്നത് മെയിൻലി. പക്ഷേ വിമാനത്തിൽ എന്തെങ്കിലും അപകടം വല്ല ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്കാണ് പൊങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് ആ ഒരു സീറ്റ് ബെൽറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫാക്ട് നമ്പർ 10, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് ജീൻസ്. ഇതിന് പിന്നിൽ ഒരു കുഞ്ഞു കഥയുണ്ട്. അതായത് ഇത് മാനുഫാക്ചർ ചെയ്യാൻ കാരണമായ ഒരു കുഞ്ഞു കഥയുണ്ട്. അതായത് ഈ ഖനിത്തൊഴിലാളികൾ, പണ്ടത്തെ കാലത്തെ ഖനിത്തൊഴിലാളികളാണ് ജീൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. കാരണം ഒരുപാട് പെട്ടെന്ന് അഴുക്ക് കയറാത്ത കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് അവർ അത് യൂസ് ചെയ്തിട്ടുണ്ടിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജീൻസിന്റെ പോക്കറ്റിന്റെ അകത്തും ഒരു പോക്കറ്റ് ഉണ്ട്, ഒരു കുഞ്ഞു പോക്കറ്റ്. അതെന്തിനാണ്? പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ചില്ലറ ഇടാനാണെന്ന്. അത് ഇപ്പോഴത്തെ കാലത്ത് ചില്ലറ ഇടാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പണ്ടത്തെ ഖനിത്തൊഴിലാളികൾ അവർ ഭൂമിയുടെ അടിയിലല്ലേ കുഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്ഷൻ ഒന്നും വശമില്ല. കോമ്പസ് ആ ഒരു പോക്കറ്റിൽ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ആവശ്യമുള്ളപ്പോൾ എടുക്കും, തിരിച്ച് ആ ഒരു പോക്കറ്റിൽ തന്നെ വെക്കും. ആ ഒരു പോക്കറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോമ്പസ് വെക്കാൻ വേണ്ടിയാണ്. ഫാക്ട് നമ്പർ 11, നമ്മൾ എല്ലാവരും ഫോൺ കവേഴ്സ് യൂസ് ചെയ്യുന്നവരാണ്. എന്തിനാണ് ഫോൺ കവർ യൂസ് ചെയ്യുന്നത്? അതെ, ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോണും ഹീറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഫോൺ കവർ മാറ്റിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെ ഫോൺ ഹീറ്റ് ആവുമ്പോൾ ഫോൺ കവറിൻ്റെയും ഫോണിൻ്റെയും ഇടയ്ക്ക് നിന്ന് ഹീറ്റ് പെട്ടെന്ന് പുറത്ത് പോകാൻ സാധ്യത കുറവാണ്. അതായത് പെട്ടെന്ന് കൂളാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഫോൺ കവർ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹീറ്റ് പെട്ടെന്ന് കൂളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റുമായി ഞാൻ എത്തുന്നതിന് വരെ ബൈ.